എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും തന്നെ വീടുകളിലുള്ള ഒരു സാധനമായിരിക്കും മൺചട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മൺചട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ടിപ്സാണ്. മൺചട്ടി ഗ്യാസ് അടുപ്പിൽ വെച്ച് മയക്കാനുള്ള 2 രീതികളും അതേപോലെ തന്നെ ഡിഷ് വാഷ് യൂസ് ചെയ്യാണ്ട് എങ്ങനെ മൺചട്ടി നമുക്ക് 2 രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതുമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. ആദ്യം കാണിക്കുന്നത് മൺചട്ടി എങ്ങനെ എളുപ്പത്തിൽ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് മയക്കിയെടുക്കാം എന്നുള്ളതാണ്. ഇതിനായിട്ട് ഞാനിവിടെ കഞ്ഞിവെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കഞ്ഞിവെള്ളം ഈ ചട്ടി നിറയെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് ഈ കഞ്ഞിവെള്ളം നല്ലപോലെ തിളയ്ക്കുന്നത് വരെ വെക്കാം. ഇപ്പോൾ ഈ കഞ്ഞിവെള്ളം നല്ലോണം തന്നെ തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ നല്ലോണം തിളച്ചതിന് ശേഷം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പോലും ഈ കഞ്ഞിവെള്ളം തിളച്ച് പുറത്തോട്ട് പോകുന്നുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഇങ്ങനെ തന്നെ വെക്കണം. ഇപ്പം നമ്മൾ ഒരു ദിവസം ഉച്ചയ്ക്കാണിത് ചെയ്യുന്നതെങ്കിൽ പിറ്റേ ദിവസം ഉച്ചയാവുന്നത് വരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതിൽ ഈ കഞ്ഞിവെള്ളം ഒഴിച്ച് കളയാം. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഡിഷ് വാഷ് ഒന്നും യൂസ് ചെയ്യരുത്. ജസ്റ്റ് സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉരച്ച് കഴുകി കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് ഞാൻ നല്ലോണം തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് തുടച്ചിട്ട് ഇതിലെ വെള്ളമൊക്കെ കളയാം. നല്ല വെയിലുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ട് ഉണക്കിയെടുത്താലും മതി. ഇനി തുടച്ചെടുത്ത ഈ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഈ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തോട്ടും ഒന്ന് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഈ ചട്ടി മുഴുവനായിട്ട് ഞാനിങ്ങനെ വെളിച്ചെണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വെളിച്ചെണ്ണയൊക്കെ ഈ ചട്ടിയിൽ നല്ലപോലെ പിടിച്ചോളും. ഇനി നമുക്ക് ഈ ചട്ടി കറി വെക്കാനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് മറ്റൊരു എളുപ്പമുള്ളൊരു മെത്തേഡാണ്. ഇതും ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടിയാണ് മയക്കി കാണിക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് ഈ ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാവാനായിട്ട് വെക്കാം. ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ചായപ്പൊടി നല്ലപോലെ തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഇനി തിളച്ച് കഴിഞ്ഞിട്ട് ഇത് കുറച്ചൊന്ന് വറ്റുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് തിളച്ച് കുറച്ച് വറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നേരത്തെ കഞ്ഞിവെള്ളമൊക്കെ ആക്കി വെച്ച പോലെ തന്നെ ഒരു ദിവസം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഞാൻ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. ഇനി ഇതിൽ വെള്ളമൊക്കെ ഒഴിച്ച് കളയാം. അതിനുശേഷം ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പേപ്പർ വെച്ചിട്ടോ നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് നല്ലോണം എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചട്ടി കുക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ മൺചട്ടി എങ്ങനെ ഡിഷ് വാഷ് യൂസ് ചെയ്യാണ്ട് കഴുകി വൃത്തിയാക്കി എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ചട്ടി എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് കാണിക്കാം. നമുക്ക് ആദ്യം ഈ ചട്ടിയിലുള്ള വേസ്റ്റൊക്കെ ഒന്ന് കഴുകി കളയാം. അതിനുശേഷം ഇതിന് നല്ലപോലെ എണ്ണമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പഴയ ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പേപ്പർ വെച്ചിട്ടോ നമുക്ക് നല്ലപോലെ ഒന്ന് തുടച്ച് കൊടുക്കാം. കൂടുതൽ എണ്ണമയം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഇപ്പോൾ ഇതിലെ അഴുക്കൊക്കെ നല്ലോണം തന്നെ പോയിട്ടുണ്ടാവും. ഇതിൽ നമ്മൾ മീനോ അല്ലെങ്കിൽ ഇറച്ചിയോ ഒക്കെ വെച്ചിട്ടുള്ള ചട്ടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്മെല്ലുണ്ടാവും. അപ്പോൾ അത് പോയി കിട്ടാനായിട്ട് ഇതേപോലെ ഒരു നാരങ്ങ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഉരച്ച് കൊടുക്കാം. ഈ നാരങ്ങ അല്ലെങ്കിൽ നാരങ്ങാത്തൊലി വെച്ചിട്ടായാലും മതി. ഇനി നിങ്ങളുടെ കയ്യിൽ നാരങ്ങയും നാരങ്ങാത്തോലും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഈ ചട്ടിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുത്താലും മതി. എന്നിട്ടിത് നല്ലോണം വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ ചട്ടിയിലെ വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ തുടച്ചെടുക്കാം. വെയിലത്ത് വെച്ച് ഉണക്കിയാലും മതി. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വെക്കുക. ഇനി കാണിക്കാൻ പോകുന്നതും നമ്മൾ ഡിഷ് വാഷൊന്നും യൂസ് ചെയ്യാണ്ട് എങ്ങനെ ചട്ടി വൃത്തിയാക്കി എടുക്കാം എന്നുള്ളത് തന്നെയാണ്. ആദ്യം നമുക്ക് ഈ ചട്ടിയിലുള്ള വേസ്റ്റൊക്കെ ഒന്ന് കഴുകി കളയാം. അതിനുശേഷം ഈ ചട്ടിയിലേക്ക് കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കാം. കടലമാവ് ഇട്ടിട്ട് നമ്മുടെ സാധാരണ സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലോണം ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി ഉരച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് കഴുകി കളയാം. ഇങ്ങനെ കഴുകിയാൽ തന്നെ നമ്മുടെ ചട്ടി നല്ലപോലെ വൃത്തിയാകും, സ്മെല്ലൊക്കെ പോകും. ഇനിയും നിങ്ങൾക്ക് സ്മെല്ലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങയോ വെച്ചിട്ട് ഒന്ന് ഉരച്ച് കൊടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കാം.
അതേപോലെ തന്നെ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നല്ലപോലെ എണ്ണമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പേപ്പർ വെച്ചിട്ടൊക്കെ തുടച്ച് കൊടുക്കാം ആദ്യം. ഇപ്പോൾ ഈ കടലമാവ് കൊണ്ട് തന്നെ ഒരുവിധം നല്ലോണം എണ്ണമയമൊക്കെ പോയി കിട്ടും. ഇപ്പോൾ ഈ ചട്ടി ഞാൻ നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഈ ചട്ടി നേരത്തെ കാണിച്ച പോലെ തന്നെ വെള്ളമൊക്കെ നല്ലപോലെ തുടച്ചെടുക്കുക അല്ലെങ്കിൽ ഉണക്കിയെടുക്കുക. അതിന് ശേഷം കുറച്ച് എണ്ണ പുരട്ടി വെക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ മൺചട്ടികൾ ഒരിക്കലും ഡിഷ് വാഷ് വെച്ചിട്ട് കഴുകരുത്. ഇങ്ങനെ ചെയ്യുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബായ്. താങ്ക്